ജനങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനും പരോപകാരിയുമായ ജോണിക്കുട്ടിക്ക് ഒരാളെ കൊല്ലുവാനുള്ള മനഃശക്തിയോ മുൻവൈരാഗ്യമോ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അഥവാ ഒരു കയ്യബദ്ധം സംഭവിച്ചാൽ തന്നെ കൊല്ലപ്പെട്ട വ്യക്തിയുടെ മകനെന്ന നിലയിലും സ്ഥലം MLA എന്ന നിലയിലും എനിക്ക് യാതൊരു പരാതിയുമില്ല. സംസാരശേഷി പോലും ഇല്ലാതെ നിസ്സഹായനായി നിൽക്കുന്ന ജോണിക്കുട്ടിയെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് ബഹുമാനപ്പെട്ട കോടതിയിൽ എനിക്ക് ബോധിപ്പിക്കാനുള്ളത്. യുവർ ഓണർ, കൊല്ലപ്പെട്ട പരന്തുഗോപി എന്നറിയപ്പെടുന്ന ഗോപിയുടെ മരണത്തെപ്പറ്റിയുള്ള പ്രധാനപ്പെട്ട ഒരു സാക്ഷിമൊഴി കേൾക്കാനായി അവിടുന്ന് അനുവാദം തരണം. ദൈവം സാക്ഷിയായി കോടതി മുമ്പാകെ സത്യം മാത്രം ബോധിപ്പിച്ചുകൊള്ളാം. ദൈവം സാക്ഷിയായി കോടതി മുമ്പാകെ സത്യം മാത്രം ബോധിപ്പിച്ചോളാം. ഗോപിയുടെ മരണം നടന്ന സ്ഥലത്ത് അറക്കൽ വീട്ടിൽ ചാക്കോ മത്തായി എന്ന പേരിൽ അറിയപ്പെടുന്ന നിങ്ങളുണ്ടായിരുന്നു എന്ന കാര്യം സത്യമാണോ? സത്യമാണ്. എങ്കിൽ ഗോപിയുടെ മരണം കൊലപാതകമാണെന്നും പ്രതി ജോണിക്കുട്ടിയുമാണെന്ന് ഈ കോടതി മുമ്പാകെ നിങ്ങൾക്ക് മൊഴി നൽകാൻ കഴിയുമോ? കഴിയും. തെളിവുകൾ എന്തെങ്കിലും? എന്റെ ഊന്നുവടി കൊണ്ടാ ജോണിക്കുട്ടിയെ ഗോപിയെ കൊന്നത്. ഗോപിയുടെ കൊലപാതകിയായ ജോണിക്കുട്ടിയും നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്താ? എന്റെ മകനാ ജോണിക്കുട്ടി. യുവർ ഓണർ, നോട്ട് ദിസ് പോയിന്റ്. ജാമ്യം കിട്ടുമായിരുന്നു, പക്ഷെ അപ്പോഴേക്ക് ആ പൊന്നക്കിഴവനെല്ലാം തൊലച്ചില്ലേ. അല്ലെങ്കിൽ ആ പൊട്ടന്റെ കഥ ഇന്ന് അവസാനിച്ചനെ. ഞാൻ പിന്നെ വിളിക്കാം. എനിക്കോ എന്റെ വീട്ടുകാർക്കോ യാതൊരു പരാതിയുമില്ല. നിനക്ക് വേണ്ടി ഞാൻ വാദിച്ചത് നീയും കേട്ടതല്ലേ. പക്ഷെ നിന്റെ തന്തയാണ് നിന്നെ ചതിച്ചത്. അല്ലെങ്കിൽ നിനക്ക് ഞാൻ ഇന്ന് ജാമ്യം എടുത്തു വന്നേനെ. പേടിക്കണ്ട, ഒക്കെ ശരിയാക്കി തരാം. ചാക്കോയെ കണ്ട് ഞാൻ മൊഴി തിരിച്ചോളാം. ശരി. മോന്റെ സംരക്ഷണം തൽക്കാലം സർക്കാരിനെ ഏൽപ്പിച്ചു കൊടുക്കാനുള്ള തന്റെ ബുദ്ധി അപാരം തന്നെ. പക്ഷേ ഈ കളി ഇന്നത്തോടെ അവസാനിപ്പിച്ചോണം. 24 മണിക്കൂറിനുള്ളിൽ കോടതിയിൽ മൊഴി മാറ്റി പറഞ്ഞോണം. നീ പറഞ്ഞാൽ ഞാൻ അനുസരിക്കുമായിരുന്നു, ഒരു തന്തയ്ക്ക് പറക്കാത്തവനായിരുന്നെങ്കിൽ. പക്ഷേ ചാക്കോ ഒറ്റ തന്തയ്ക്ക് ജനിച്ചുകൊണ്ട് മോനെ എനിക്ക് നേരെ ഇനി ഞാൻ പറഞ്ഞതനുസരിക്കാതെ ഈ കോടതി മുറ്റത്ത് എത്തിയാൽ അന്ന് നിന്റെ അവസാനമാണ്. കിടക്കല്ലേ കിടക്കല്ലേ, കിടന്നാ പോയി. നമ്മള് തമ്മിലുള്ള കോമ്പിനേഷൻ ആദ്യമല്ലേ. തന്തമാരായിട്ട് തുടങ്ങിയത് അത് അവരായിട്ട് തീർത്തുണ്ട്. ഇനി അത് മക്കളായിട്ട് തുടരാനാണെങ്കിൽ അത് നമ്മളായിട്ട് പോരെ സാറേ. അത് പറയാം. നീ ആരടാ? ചാക്കോ രണ്ടാമൻ. കുറച്ചാൾ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരുന്നേ. നീ രണ്ടാമനായാലും ഒന്നാമനായാലും ഈ ദേവനാരായണന് മുന്നിൽ നീയൊക്കെ വെറും പുൽക്കൊടിയാ. തനിക്ക് മുന്നിൽ ഞാൻ പുല്ലായാലും പുലിയായാലും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, സാറേന്ന് വിളിച്ച നാവോണ്ട് തന്നെ പൂന്തേനരുവി പാടിപ്പിക്കില്ലേ. അടിച്ചാ പോയി. പഴം നന്നായിട്ട് പഴുക്കുമ്പോ തിന്നാൻ അതിന്റെ ഒരു രസം.
അതുകൊണ്ട് അതങ്ങോട്ട് നന്നായിട്ട് പഴുക്കട്ടെ. തുടക്കത്തിലെ ഒരു ക്ലൈമാക്സ് അതിനോട് എനിക്ക് താല്പര്യമില്ല. എനിക്ക് മാത്രല്ല നമ്മുടെ ഈ സുഹൃത്തുക്കൾക്കും. അതുകൊണ്ട് ക്ലൈമാക്സ് അവസാനം വെക്കുന്നതല്ലടോ അതിന്റെ ഒരു ഭംഗി. അതുകൊണ്ട് തൽക്കാലം MLA സാർ ഇപ്പൊ ചെന്നാട്ടെ. ചാക്കോ ചാക്കോ രണ്ടാം. എന്റെ അപ്പ ഞാൻ പറയുന്നൊന്ന് കേക്ക്. കാര്യം എന്താണെന്ന് അറിയാതെ ചാക്കോയെ കുറ്റപ്പെടുത്തരുത്. അപ്പനെ ജാമ്യത്തിൽ വിടുമ്പോ കൊല്ലാൻ വേണ്ടിയാ ആ ദേവൻജി MLA അനുകൂലമായി മൊഴി നൽകിയത്. അതിനായി വാടക ഗുണ്ടകളെ വരെ ഏർപ്പാട് ചെയ്തിരുന്നു. അത് മനസ്സിലാക്കിയതുകൊണ്ടാ ചാക്കോയി അപ്പനെതിരെ മൊഴി നൽകിയത്. ഇവിടെ ജയിലിലാകുമ്പോ ദേവൻജിക്കോ ഗുണ്ടകൾക്കോ അപ്പനൊന്നും ചെയ്യാനാവില്ല. അതുകൊണ്ടാ ഉള്ളിൽ സങ്കടം ഉണ്ടായിട്ടും ചാക്കോയി അങ്ങനെ ചെയ്തത്. ചാക്കോയി വന്നുണ്ട് കുറ്റബോധം കാരണം മാറി നിൽക്ക. അപ്പൻ എന്താ പറയാന്നറിയില്ലല്ലോ. ഈ ചാക്കോയിനോട് പൊറുക്കടാ പൊന്നുപോലെ. നിന്റെ ജീവൻ രക്ഷിക്കാൻ അപ്പൻ ഇങ്ങനെ ഒരു വഴിയെ കണ്ടുള്ളൂ. നിന്നെ എനിക്ക് വേണം, അത്രയ്ക്ക് ഇഷ്ടടാ നിന്നെ ഈ ചാക്കോയ്ക്ക്. സോറി. ചേട്ടാ ഒരു ലോട്ടറി എടുക്കോ? എനിക്ക് ലോട്ടറി ഒന്നും വേണ്ട. പ്ലീസ് ചേട്ടാ ഒരു ലോട്ടറി എടുക്കേട്ടാ. എന്നോട് കോർക്കാൻ ധൈര്യമുള്ളവരാരും ഈ തെങ്കാശി മണ്ഡലത്തിൽ ഇന്നലെ ജൂനിയറെ. ഇനിയുള്ള ചാക്കു രണ്ടാവൻ മാത്രം. അവൻ എനിക്കൊരു ഒത്ത പോരാളിയാണ്. എന്നോട് പിടിക്കാൻ അവനിങ്ങ് വരും, ഇല്ലെങ്കിൽ എന്റെ ചാത്തന്മാരവനെ കൊണ്ടുവരും. ചാക്കോ രണ്ടാമനോട് മുട്ടി കൈ ഒടിയുന്നതിന് മുമ്പ് ഞമ്മക്കൊന്ന് മുട്ടിയാല. അതിന് നീ വേറെ ആളെ നോക്കണം. നിന്നോട് മുട്ടാൻ ഞാൻ എന്റെ ജൂനിയറെ ആശാൻ എന്റെ കൈ ഒടിപ്പിക്കും. ഇവനോട് എന്റെ മുട്ടനാട് രാജമാണിക്കം കോർക്കും. ചുമ്മാ ഞഞ്ഞാ പിഞ്ഞ പറയാണ്ട് ധൈര്യമുണ്ടെങ്കിൽ പ്രൊഫഷനും തമ്മിൽ മുട്ട്. ഞാൻ തോറ്റാല് എന്റെ കൊട്ടയില മുഴുവൻ മീനും നിനക്ക്, അല്ലെങ്കിൽ നീ അടിച്ചു മാറ്റിയ സകല മൊബൈലും എനിക്ക്. ധൈര്യമുണ്ടെങ്കിൽ പന്തയം വെക്കടാ അരിചന്ദ്ര. നിന്റെ വലം കൈ പോക്കടാ. കാണിച്ചു തരാ. നമുക്ക് തുടങ്ങാം ഉസ്മാനി. പ്രിയപ്പെട്ടവരെ, തെങ്കാശിമംഗലത്തിന്റെ പൊന്നോമന പുത്രൻ ഹരിചന്ദ്രനും വെറും മീൻകാരൻ ഉസ്മാനും തമ്മിലുള്ള അത്യാവേശകരമായ പഞ്ചഗുസ്തി മത്സരം ഇതാ ആരംഭിച്ചു കഴിഞ്ഞു. ഇതം പ്രഥമമായി സ്വന്തം പ്രൊഫഷൻ പന്തയം വെച്ചുകൊണ്ടുള്ള എടുക്കടാ മോനെ ഹരിചന്ദ്ര നിന്റെ ചമ്പാദ്യം. ഇനി ഞമ്മളൊന്നും വിലസട്ടടാ. കൊടുമോനെ കൊട്, ഇക്കൊക്കെ തിരക്കണ്ട്. കൊട്ടയിലെ മീനൊക്കെ ബോറടിച്ച് കാണും. അപ്പൊ പറഞ്ഞ പോലെ ഗുഡ് നൈറ്റ്. ഒറ്റ പിടിക്കും എല്ലാം പോയല്ലേ? കല്യാണി ഉസ്മാൻ എത്തി. ഇന്നെന്താണ് ഇത്ര വൈകിയത്? വൈകീതാ വരാൻ വൈകിയതുകൊണ്ട്. ഏതെടുക്കണം? മത്തി, അയില, ചെമ്പല്ലി.
ചെമ്പലിക്ക് എങ്ങനെയാ വില? വില കൂടുതലാണ്. പിന്നെ അമ്മിണിക്കായതുകൊണ്ട് ഒരു 1/4 കിലോ 30 തന്നേക്കാം. ഒരു കാലെടുക്കട്ടെ. അമ്മിണി ഒറ്റക്കായതുകൊണ്ട് കാല് മതിയാവും. വേണ്ട വേണ്ട, കളി അമ്മണിയോട് വേണ്ട. പാത തിരക്കിലിക്കല്ലേ. ഞാനൊരു തമാശ പറഞ്ഞത്. ഇതാണ് ഈ കുട്ടാണ്ടത്തിന്റെ കുഴപ്പം. ഒരു നല്ല കാര്യത്തിൽ നിൽക്കുമ്പോഴാണ് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നത്. എല്ലാം ഞാൻ തന്നെ മാനേജ്മെന്റ് ചെയ്യണ്ടേ? ഏതാണാവോ? ഹല ഉസ്മാൻ ടേക്കിംഗ്. വരാലോ സാർ. എത്ര കൊട്ട വേണം? ഓക്കെ, ഞാൻ ശരിയാക്കാം. ഓക്കെ, ബൈ. സ്ഥലം വെച്ചേക്ക് ഒരു കൊട്ട ചെമ്മീൻ വേണമെന്ന്. എല്ലാത്തിനും ഉസ്മാനൊരു ഉസ്മാനല്ലേ ഉമ്മ ഉണ്ടാക്കിയിട്ടുള്ളൂ. എന്റെ പൊന്ന് സാറേ, ഈ സാറന്മാരോട് ഇരിക്കല്ലേ എന്ന് പറ. ഇതാരുടെ ഫോണാടാ? അത് ഞാൻ പഞ്ചാര അടിച്ചിട്ട്. അല്ലല്ല, പഞ്ച പിടിച്ചിട്ട് കിട്ടിയ പോണ. പഞ്ച പിടിച്ചിട്ടോ? ആ പോക്കറ്റ് അടിക്കാരൻ ഹരിചന്ദ്രൻ പറ്റിച്ച പണിയാണ് സാറേ. എന്താ സാറേ ഒരു മുന്നറിയിപ്പില്ലാതെ? ഒരു ചെറിയ സഹായം തന്റെ ഭാഗത്ത് വിളിച്ചാ മതിയായിരുന്നു, ഞാൻ അവിടെ ഒന്ന് കാണില്ലായിരുന്നു സാർ. സഹായം ചെറുതാണെങ്കിലും സംഗതി അല്പം സീരിയസ് ആയിരുന്നു. ചിലപ്പോ അടുത്ത സിറ്റിംഗിൽ ജോണിക്കുട്ടി ജാമ്യത്തിൽ ഇറങ്ങിയേക്കും. എന്നാൽ ഒരു ഉറപ്പിന് വേണ്ടി തെളിവെടുപ്പെന്നോ മറ്റോ പറഞ്ഞ് കസ്റ്റഡിയിൽ വിട്ടു തരണമെന്ന് തന്റെ ഭാഗത്തു നിന്ന് ഒരു റിക്വസ്റ്റ് സമർപ്പിച്ചാൽ ഒരു തരത്തിലും നമ്മുടെ കയ്യിൽ നിന്ന് ജോണിക്കുട്ടി രക്ഷപ്പെടില്ല. അത് ഞാൻ ഏറ്റു സാർ. എന്താടോ ഇയാൾ ഇതിനകത്ത്? അതൊരു ചെറിയ കളവ് കേസാ സാറേ. ചെറുതൊക്കെ വിട്ടുകളകുറുപ്പേ. ഇയാളെ ഇതിനകത്തിരുന്നാ പിന്നെ നാട്ടുകാരെങ്ങനെയാ മീൻ കഴിക്കുന്നേ? തനിക്ക് മീൻ വിറ്റാ പോരടോ. എന്തിനാ ഈ മോട്ടിക്കാൻ പോകുന്നേ? ഞാനൊന്നും മോട്ടിച്ചില്ല സാറേ. അതീ ഷാപ്പിൽ വെച്ചിട്ട് ഹരിചന്ദ്രൻ. മതി 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 മതി, കണ്ണീർ ഒലിപ്പിച്ചത്. ആ കുറുപ്പേ വിട്ടേക്കടോ. താങ്ക് യു. പൊയ്ക്കോ. നന്ദിയുണ്ട്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. കറുത്ത ഷർട്ടാണെങ്കിലും വെളുത്ത മനസ്സാണ്. ഇതൊരു ചീള് കേസാണെങ്കിലും ഒരു ഓട്ടാടുവാ പോയത്. ഇതിന്റെ പബ്ലിസിറ്റി ഒന്ന് വേറെയാ. മീൻകാരനാ. നാട് നീളെ ചെല്ലുമ്പോ ദേവൻജിയുടെ ഈ സഹായമായിരിക്കും അവന്റെ ചർച്ചാ വിഷയം. ആ ഞാൻ പറഞ്ഞത് മറക്കണ്ട. എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ മൂവ് ചെയ്യണം. അത് ഞാൻ ഏറ്റു സാർ.